ഹലോ ഫ്രണ്ട്സ്, തായ്ലാൻഡ് ട്രിപ്പിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഫുക്കറ്റിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഐലൻഡാണ് ഫിഫി ഐലൻഡ്. ഫുക്കറ്റിൽ നിന്ന് പാക്കേജ് എടുത്തിട്ടാണ് ഫിഫി ഐലൻഡിൽ പോയത്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ വന്നിട്ട് അവർ നമ്മളെ പിക്ക് ചെയ്യും. അതിനുശേഷം അവരുടെ ബോട്ടിൽ ഈ ഐലൻഡിലേക്ക് പോകും. 6 ഐലൻഡുകൾ ചേർന്ന ഒരു ഐലൻഡും കൂടെയാണ് ഫിഫി ഐലൻഡ്. ക്രിസ്റ്റൽ ക്ലിയർ ബ്ലൂ വാട്ടറാണ് മെയിനായിട്ട് അതിൻ്റെ ഭംഗി തന്നെ. അപ്പം നമുക്ക് സ്നോർക്കലിങ്, സ്കൂബ ഡൈവിങ് എല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പം നീന്തൽ അറിയാത്തവർക്ക് പോലും ലൈഫ് ജാക്കറ്റും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യാം. 6 ഐലൻഡുകൾ ചേർന്നതാണ് ഫിഫി ഐലൻഡ് എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഐലൻഡിലും അവർ കുറച്ച് ടൈം തരും. നമുക്ക് ആ സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഈ ഫിഫി ഐലൻഡിൽ പോകണമെങ്കിൽ തന്നെ മെയിനായിട്ട് നമുക്ക് ഒരു ഡേ ഫുള്ളായി വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഡേ ഫുള്ളായിട്ടുള്ള പാക്കേജ് തന്നെയാണ് എടുത്തിരുന്നത്. ഫുക്കറ്റിൽ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട്. പിന്നെ നമുക്ക് ഇത്രയും ഐലൻഡ് കണ്ടിട്ട് വരുമ്പോഴത്തേനും അത്രയും ടൈമും എടുക്കും. വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും കേട്ടോ. നമ്മുടെ പാക്കേജിൽ വരുന്ന ചില ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ചെയ്യാം. അല്ലാത്തതാണെങ്കിൽ അതിന് സെപ്പറേറ്റ് വേറെ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. ഫിഫി ഐലൻഡിലെ ഏറ്റവും ലാസ്റ്റത്തെയും ഏറ്റവും മനോഹരമായിട്ടുള്ളതും ഫേമസും ആയിട്ടുള്ളൊരു ബീച്ചാണിത്, മായാബൈ ബീച്ച്. അപ്പോൾ നമ്മൾ ബോട്ടിൽ വന്ന് അവിടെ നമ്മളാക്കിയിട്ട് കുറച്ച് ദൂരം നമുക്ക് അങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേറൊരു ബീച്ച് ഉണ്ടായിരുന്നു, മങ്കി ബീച്ച്. ഈ 2 ബീച്ചുകളാണ് കുറച്ചുകൂടെ ഫേമസ് ആയിട്ടുള്ള ബീച്ചുകൾ കേട്ടോ. അപ്പോൾ മങ്കി ബീച്ച് നമ്മൾ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഹോളിവുഡ് സിനിമ ദി ബീച്ച് ഷൂട്ട് ചെയ്ത സ്ഥലം കൂടെയാണത്. ആ സിനിമയ്ക്ക് ശേഷമാണ് കേട്ടോ ഈ പ്ലേസ് ഒന്നും കൂടി ഒന്ന് ഫേമസ് ആയത്. അപ്പം ഞങ്ങൾ ഫുക്കറ്റിലേക്ക് വന്നത് ബാങ്കോക്കിൽ നിന്ന് വേറെ ഫ്ലൈറ്റിലാണ്. അവിടുന്ന് ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോളം ട്രാവൽ ഉണ്ടായിരുന്നു നമുക്ക്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുക്കറ്റിൽ നിന്ന് ഐലൻഡിലേക്ക് ഒരുപാട് പാക്കേജ് ഏജൻസികൾ ഉണ്ടാവും. നമ്മൾ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് പേര് വന്ന് നമ്മളെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ അതിലൊക്കെ ബെറ്ററായിട്ട് ഏതാ ബെറ്റർ നോക്കിയിട്ട് ചൂസ് ചെയ്യുക. ഞങ്ങളെടുത്തത് വലിയ കുഴപ്പമില്ലാത്തൊരു പാക്കേജ് ആയിരുന്നു. ഒരുപാട് അലയലും ഒന്നുമില്ലാതെ എന്നെല്ലാം കാണുകയും ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാക്കേജും കൂടിയാണ് എടുത്തത്. ബീച്ചും വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഫുക്കറ്റിലെ ഫിഫി ഐലൻഡ്. അപ്പോൾ തായ്ലാൻഡ് ട്രിപ്പ് വരുന്നവർ ഫുക്കറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു നല്ല അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം ഞങ്ങൾ ഫുക്കറ്റും കൂടിയും എടുത്തത് കൊണ്ടാണ് നമുക്ക് 8 days വന്നത്. അപ്പോൾ തായ്ലാൻഡ് ട്രിപ്പിൽ നമുക്ക് വല്ലപ്പോഴും അല്ലെങ്കിൽ എല്ലാ സമയത്തും പോകാൻ പറ്റുന്ന ഒരു രാജ്യമല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പോകുന്ന സമയത്ത് അവിടെയുള്ള കുറച്ച് എല്ലാ സ്ഥലങ്ങളും കാണാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ 8 days ട്രിപ്പ് എടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഫുക്കറ്റ് ചൂസ് ചെയ്തതും. അപ്പോൾ തായ്ലാൻഡ് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം പോകാൻ വേണ്ടി നോക്കുക. അപ്പോൾ വീഡിയോസ് എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ടാറ്റാ, ബൈ ബൈ.